അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് നൽകി സുപ്രീം കോടതി. SITയോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, ഏതായാലും ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിർണായക ഇടപെടലാണ്. അയോധ്യയിൽ വിശ്വാസത്തിന്റെ പേരിൽ സംഘപരിവാർ കൊള്ളയടിച്ചിട്ട് RSSും BJPയും മോദിയും ഒന്നും മിണ്ടാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായിരിക്കുന്നത്. ആരൊക്കെയാണ് ഹർജി നൽകിയത്? എന്താണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? തീർച്ചയായിട്ടും അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ BJP RSS നേതൃത്വത്തെ പ്രതിരോധത്തിലാകുകയും അതോടൊപ്പം തന്നെ ചമ്പത് റോയ്, അനിൽ മിശ്ര ഉൾപ്പെടെയുള്ള ഉന്നതരെ സംരക്ഷിക്കാനുള്ള പല നീക്കങ്ങളും നടക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ സ്വതന്ത്രമായിട്ടുള്ള CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജികൾ എത്തിയത്. ഏതായാലും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എത്ര കക്ഷികൾക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ, UP സർക്കാർ ഉൾപ്പെടെയുള്ളവർക്കാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസ് അയക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നിലവിൽ നടക്കുന്ന SIT അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സുപ്രീം കോടതിയെ അറിയിക്കണം എന്നതാണ്. ഒരാഴ്ച സമയമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു തൽസ്ഥിതി റിപ്പോർട്ട് അറിയിക്കാൻ സുപ്രീം കോടതി ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട്. അതിനു പുറമെ അടുത്ത തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും എന്നതാണ് എന്തായാലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അജിം ഷാ. വിഷ്ണു, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ SIT നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകി. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഹർജിക്കാർ ഈ SIT അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഹർജിയിലടക്കം വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴത്തെ ഒരു അന്വേഷണം അത് പൂർണ്ണമായി പ്രതികളെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ്. കാരണം SIT അന്വേഷണത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ തോതിൽ വിമർശനം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതിനാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിരവധി തെളിവുകൾ അനിൽ മിശ്രയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലഭിച്ചിട്ടും ഇതുവരെ അനിൽ മിശ്ര അല്ലെങ്കിൽ ചമ്പത് റായ് ഉൾപ്പെടെയുള്ള ഉന്നതർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ ഹർജി എത്തിയിരിക്കുന്നത്. ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SIT അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ തൽസ്ഥിതി റിപ്പോർട്ട് നൽകുന്നതിന് ഒരാഴ്ച സമയമാണ് സുപ്രീം കോടതി അനുവദിക്കുന്നത്. ഇതിനു പുറമെയാണ് കേന്ദ്ര സർക്കാരിനും UP സർക്കാരിനും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സിജു. വിഷ്ണു, ഇതിൽ ഉയരുന്ന മറ്റൊരു സംശയം, ഈ കൊള്ള നടത്തിയത് RSSന്റെ സമുന്നതരായ നേതാക്കൾ. അവിടെ ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ്, രാജ്യം ഭരിക്കുന്നത് BJP. വിശ്വാസത്തിന്റെ പേരിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ RSSും സംഘപരിവാർ സംഘടനകളും BJPയും ഈ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഈ CBI ആയാലും മറ്റേത് ഏജൻസി ആയാലും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഈ ഏജൻസികളൊക്കെ തന്നെ ചെയ്യുക. സംശയം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. SIT പോലെ തന്നെ മറ്റ് ഏജൻസികളുടെ അന്വേഷണം എത്രത്തോളം ഫലപ്രദമാകും? ആ സംശയം ഹർജിക്കാർ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? നിലവിൽ ഹർജിയിൽ അത്തരമൊരു സംശയമൊന്നും ഹർജിയിൽ അത്തരം വാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഹർജിയിൽ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നതാണ്. അതിന് CBI പോലുള്ള ഏജൻസികളെ അത്തരത്തിൽ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിഗണിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുകയും അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നേരത്തെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അത് ഈ ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായ്, അതോടൊപ്പം തന്നെ ട്രസ്റ്റ് അംഗമായിരുന്ന അനിൽ മിശ്ര ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് നേതൃത്വം പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിരുന്നത്. അന്വേഷണ സംഘം ഇവർക്കെതിരെ FIR ഇടാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ കൃത്യമായി തന്നെ ഉന്നതരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടുകൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയും അത്തരത്തിൽ തന്നെയായിരുന്നു. കാരണം യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ക്ഷേത്രത്തിലെ ഈ ട്രസ്റ്റിലെ ചില ജീവനക്കാർ ചെയ്ത തെറ്റിന് എല്ലാവരും കുറ്റക്കാരാകില്ല എന്നതടക്കമുള്ള പ്രസ്താവന യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് ഈ ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കം ഇപ്പോഴും നടക്കുന്നത്. സിജു. വിഷ്ണു, അത് തന്നെയാണ് ഒരു സംശയം വരുന്നത്. അതായത് നിലവിൽ
ഈ കേസിന്റെ ഒരു ഗൗരവം, രാജ്യം ഭരിക്കുന്നത് BJP, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സംഘപരിവാർ RSSകാർ. സ്വാഭാവികമായും ഒരു ഏജൻസി അന്വേഷിക്കുന്നതിൽ വിശ്വാസ്യതക്കുറവുണ്ടാകും. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം വേണമെന്നൊരാവശ്യം ഹർജിക്കാർ ഉന്നയിച്ചിട്ടുണ്ടോ? സിജു, നിലവിലത്തെ ഹർജിയിൽ അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഹർജിയിൽ ആവശ്യപ്പെടുന്നത് സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന ഒരു ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഒരു കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. കാരണം നിലവിലത്തെ അന്വേഷണത്തിൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ BJP സർക്കാരിന്റെ കീഴിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഈ ഒരു പ്രതികളെയെല്ലാം കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ കഴിയുകയില്ല എന്ന വലിയ ആശങ്ക തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ജുഡീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ കോടതി മേൽനോട്ടത്തിലുള്ള ഒരു ഏജൻസി, സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്. സിജു, ശരി വിഷ്ണു, തുടരുക. ഏതായാലും അയോധ്യ കൊള്ളയ്ക്ക് പിന്നാലെ ഇപ്പോൾ ബദരീനാഥ് ക്ഷേത്ര കൊള്ളക്കേസിൽ പ്രതി പ്രമോദ് നൌട്ടിയലിനെ അറസ്റ്റ് ചെയ്തു. ഡെറാഡൂണിൽ നിന്നുമാണ് SIT പ്രമോദിനെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുക. വിഷ്ണു, ഏതായാലും ഈ വിശ്വാസത്തിന്റെ പേരിൽ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളെയും കൊള്ളയടിക്കുകയായിരുന്നു സംഘപരിവാർ. ബദരീനാഥ് ക്ഷേത്ര കൊള്ളക്കേസിലെ പ്രമോദ് നൌട്ടിയലിന്റെ പങ്കെന്താണ്? എത്രയാണ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയത്? സിജു, അയോധ്യ രാമക്ഷേത്ര കൊള്ളയ്ക്ക് പിന്നാലെയാണ് ബദരീനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിലും സമാന രീതിയിൽ ഈ ഒരു സംഭാവന കൊള്ള ഉൾപ്പെടെ നടന്നുവെന്ന ആരോപണം ഉയർന്നു വന്നത്. ഏതായാലും ആ ഒരു ആരോപണത്തിന് പിന്നാലെ, ശക്തമായതിന് പിന്നാലെയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് 15 ദിവസത്തെ സമയമായിരുന്നു ഇത്തരത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ നൽകിയത് അന്വേഷണം പൂർത്തിയാക്കാനായിട്ട്. ഏതായാലും തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ ഈ ട്രസ്റ്റിലെ ജീവനക്കാരനായിട്ടുള്ള പ്രമോദ് നൌട്ടിയാലിനെതിരെ വലിയ തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു. പ്രമോദ് നൌട്ടിയാലിന്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് ഈ കൊള്ള നടന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുകയും അന്ന് തന്നെ പ്രമോദ് നൌട്ടിയാലിനെ ഈ ക്ഷേത്ര ട്രസ്റ്റ്, കേദാർനാഥ് ബദരീനാഥ് ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതാണ്. എന്തായാലും പിന്നീട് പ്രമോദ് നൌട്ടിയാൽ ഒളിവിൽ പോകുകയും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രമോദ് നൌട്ടിയാലിനെ ഡെറാഡൂണിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സിജു, ശരി.